ഇന്ന് നമ്മൾ പോണത് കാടിനുള്ളിലൂടെ ഒരു 3 മണിക്കൂർ യാത്ര നടക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഏകദേശം 9 കിലോമീറ്ററോളം നമ്മൾ ആ കാടിനുള്ളിൽ നടന്ന് കുറച്ച് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ടാണ് നമ്മൾ പോണത്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടങ്ങി. കയറി വഴിക്ക് തന്നെ അവിടെ മൊത്തം പിണ്ടമാണ് അവിടെ. ഫ്രഷ് പിണ്ടം ഫ്രഷ് അല്ലാത്ത പിണ്ടം ഒക്കെയാണ്. ഒരു സിനിമയിൽ മമ്മൂക്ക പറയുന്നുണ്ട്, ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. ശരിക്കും ഇവിടെ കയറി കഴിഞ്ഞാൽ ആനയും പേടിക്കണം, ആനപ്പിണ്ടത്തെയും പേടിക്കണം. ശരിക്കും പേടിച്ച് പനി പിടിച്ച ദിവസമായിരുന്നു അന്ന് രാത്രി. നമ്മൾ പുള്ളിപ്പുലിയുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളിപ്പുലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പോയപ്പോഴാണ് പെട്ടെന്നൊരു ഒച്ച കേട്ടത്. ഇത് രണ്ടാമത് കേട്ട ഒച്ചയാണ്. കേട്ടു നോക്ക്. കേട്ടാ, ഇതിനു മുമ്പ് കൂടെ വലിയ സൗണ്ടായിരുന്നു. ശരിക്കും ഞാൻ പേടിച്ച് എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി. പകുതി എനർജി തന്നെ അവിടെ നഷ്ടപ്പെട്ടു. നടക്കാനും വയ്യ. ശരിക്കും കൈയും കാലൊക്കെ തളർന്നു തുടങ്ങി. എനിക്ക് ഈ കാടിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ കാട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് കണ്ട, ഒരു ഓന്ത് മുട്ടയിടാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ വരുന്ന സൗണ്ട് കേട്ടിട്ട് അത് അനങ്ങാതിരിക്കുക അവിടെ. ഇന്ന് നമ്മുടെ കൂടെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത് മഹേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇതിനു മുമ്പൊരു വാച്ച് ടവർ വരെ പോണൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വന്നത് കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. രണ്ടുപേരും എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ചേട്ടന്മാരായിരുന്നു. അത് എന്നെ പേടിപ്പിച്ച ആൾക്കാർ ഇതേ പോണത്. ഇവിടുന്ന് ഇല മുതൽ വേര്, കായ്, ഓരോ ജീവികൾ ചെറിയ ചെറിയ എന്ത് കണ്ടാലും അപ്പം തന്നെ കണ്ട് നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടാണ് ആ ചേട്ടൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി നേരെ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നമുക്ക് അവിടെ വല്ല അനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് വേണം കാടിനുള്ളിലോട്ട് പോകാൻ. പെട്ടെന്ന് വേറെന്തോ ചിന്തിച്ചാണ് ഞാൻ വന്നത്. അപ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കേട്ടത്. പേടിച്ചു. അന്നിങ്ങനെ വിളിക്കാൻ കേൾക്കുന്നില്ല. മകേശ്വരനെ എന്തോ ആക്രമിക്കുന്നു. ശരിക്കും ഞാൻ പേടിച്ച് തളർന്നു പോയിട്ടാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ആകെ കുറച്ച് ദൂരം ഒന്നും നടന്നില്ല, ഇതെവിടെ എത്തിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു കൂട്ടം ആനകളെ ഇന്നലെ അവിടെ സ്പോട്ട് ചെയ്താണ്. ഒരു കൂട്ടം ആനകൾ അവിടെ ആനയുണ്ടെങ്കിൽ അവർക്ക് ആ വഴി പോകാൻ പറ്റത്തില്ല. വേറെ വഴി തിരിഞ്ഞ് വേണം ട്രക്കിങ്ങിന് കൊണ്ടുപോകാൻ. നമ്മുടെ സേഫ്റ്റി നോക്കിയാണ് അവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകണത്. ആ ഭാഗത്ത് ഒരു കുളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനിമൽസിന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുളം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവിടെ ആ പച്ച മരങ്ങൾ നിൽക്കുന്നുണ്ടോ വരി വരിയാന്ന്. അതിനപ്പുറം തമിഴ്നാടും ഇപ്പുറത്തോട്ട് കേരളമാണേ. നമ്മളതേ വീണ്ടും കാടിനുള്ളിലോട്ട് പോയി തുടങ്ങി. നമുക്ക് ആ വാച്ച് ടവർ വരെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് പരമാവധി നിങ്ങൾ സംസാരിക്കാതെ വേണം, ഒച്ചെടുക്കാതെ വേണം വരാൻ. നിങ്ങളിവിടെ വരുമ്പം പരമാവധി നിങ്ങളൊരു 3 മണിക്കൂർ ട്രക്കിംഗ് എടുക്കുക. 6 മണിക്കൂറൊക്കെ വേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആധുനികമായിട്ടൊന്നും കാടിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് പണ്ട് മുതലേ കാട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ട, സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ തേനീച്ചക്കൂടാണ് ഇത്. മാനുകൾ വന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ. കുറച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അവിടെ. മൊത്തം മാനുകൾ തന്നെ വൃത്തിയാക്കിയതാണ്. ഒരിക്കലും കാടിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ നോർമലി റോഡിൽ കൂടെ നടക്കുന്നതല്ല, ഒന്നും നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഫുള്ള് വാച്ചായിരിക്കണം. വാച്ച് ചെയ്യണം. നമ്മൾ പരമാവധി എത്ര ഒരു 100% എഫേർട്ട് ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിചാരം നമ്മളെ ഫ്രണ്ടിൽ സൈഡിൽ വന്ന് കാണാൻ പറ്റും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നല്ല ശ്രദ്ധയോടെ വേണം അവർ നോക്കുക. ഇവർ നോക്കുന്നത് അങ്ങ് ദൂരെയാണ് ഈ ചേട്ടനൊക്കെ നോക്കണത്. പരമാവധി ഫുൾ ദൂരെ നോക്കി അവർ സ്പോട്ട്, ചെറിയൊരു അനക്കം തട്ടിയാൽ മതി, ചെറിയൊരു പൊടി കണ്ടാൽ അപ്പം തന്നെ അവർ സംശയം വന്ന് അവിടെ നോക്കിയ സാധനം കണ്ടുപിടിച്ചിരിക്കും. നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെയാണ് കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ
അതിൻ്റെ പേരിൽ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെയാണ് പോണത്. നിങ്ങൾ പരമാവധി ട്രക്കിങ്ങിനൊക്കെ ഇങ്ങനെ വരാൻ നേരത്ത് ഓവറായിട്ട് ലോഡൊന്നും എടുത്തുകൊണ്ട് വരരുത്. കുറേ ദൂരം നടക്കാനുണ്ട്. ഞാൻ ആകെ എടുത്തത് ഒരു കുപ്പി മിനറൽ വാട്ടർ വെള്ളം മാത്രമേ വെയിറ്റ് ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് ഉള്ളത് മുൾച്ചെടിയാണ്. 70% ഇതിനകത്ത് മുൾച്ചെടിയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ നടന്ന ഒരു വ്യൂ പോയിന്റ് അവിടെ എത്തി. നമ്മൾ ചുമ്മാ വ്യൂ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ ചേട്ടൻ അനിമൽസിനെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ പുള്ളിക്കാരൻ പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് കാണിച്ച് തരും നമുക്ക്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും സാധനങ്ങൾ. എവിടെയും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ബൈനോക്കുലർ വെച്ച് പുള്ളി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും നമ്മളിത് കാട്ടിനുള്ളിലോട്ട് പോണു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. ശരിക്കും പേടിച്ചു പോകും. അവിടെ വല്ലതും ഉണ്ടോയെന്ന് ആ ചേട്ടൻ വാച്ച് ചെയ്തിട്ട് അങ്ങോട്ട് അനങ്ങുള്ളൂ കേട്ടോ. ഫുൾ അവിടെ നോക്കിയിട്ടേ പോവുള്ളൂ. എന്തെങ്കിലും ഒരു സംശയം വരുമ്പോഴാണ് ആ ചേട്ടൻ അങ്ങനെ നിൽക്കണത് ഇടയ്ക്കിടയ്ക്ക്. കാരണം അവർ പണ്ട് മുതലേ ഈ കാട്ടിനുള്ളിൽ ഉള്ളവരാണ്. ഈ ഭാഗത്തൂടെയൊക്കെ ആനയൊക്കെ നടന്നു പോകും. ഇത് എങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെ നടന്നു പോകണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴി കൂടെ. അതിൽ കൂടെയാണ് ഈ ആനകൾ നടന്നു പോണത്. ഇതേ അടുത്ത വ്യൂ പോയിൻ്റോടെ എത്തി. ഇതേ ആ കാണിച്ചു തരുന്നൊരു കാട്ടുപോത്തിനാണ് അതിനകത്ത്. നമുക്കൊരു ഈ ക്യാമറയിലും അധികം കാണത്തില്ല, നമുക്കത് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് കറക്റ്റായിട്ട് ചേട്ടൻ കാണിച്ചിരുന്നത്. അതിനകത്ത് ക്യാമറയിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. അത് അതിനകത്ത് നിൽപ്പുണ്ടത്. ഈ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വേറെ ഒന്നുമല്ല, 2 മാസമായിട്ട് ഇതിൽ ട്രക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളാണ് 2 മാസത്തിന് ശേഷം ഇതിൽ വഴി പോണത്. ഈ വഴി കണ്ടപ്പോഴേ നമുക്ക് ആദ്യമേ മനസ്സിലായി ഇതിലധികം ട്രക്കിങ് കുറവാണ്. വേറെ വഴി കൂടിയാണ് നമ്മളെ കൊണ്ടുപോകാറ്. ട്രക്കിങ്ങിന് ആൾക്കാരെ വേറെ വഴി കൊണ്ടുപോകും. അപ്പോൾ ഇത് 2 മാസമായിട്ട് ഇതിൽ പോയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് മുട്ട ഇരിപ്പുണ്ട് കേട്ടോ, കുഞ്ഞി കിളിയുടെ മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ വഴി അധികം 2 മാസമായിട്ട് ട്രക്കിംഗ് ഇല്ല. അപ്പോൾ ഇതുവഴിയാണ് സമയമെടുത്ത് നമ്മളെ കൊണ്ടുപോവുകയാണ്. 3 മണിക്കൂർ ട്രക്കിങ് വന്നിട്ട് കുറേ നാളായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്നു, ഈ ക്യാമ്പിനായിട്ട് വരുന്നവർ കാണുന്നു പോകുന്നു, കുറച്ച് കാണുന്നു പോകുന്നു. അങ്ങനെയല്ല, കാട് നല്ല കാണണമെങ്കിൽ പരമാവധി നിങ്ങൾ 3 മണിക്കൂർ എടുക്കുക. കാട് നല്ല എക്സ്പ്ലോർ ചെയ്യുക. കാട് ഇഷ്ടപ്പെടുന്നവർ നല്ല എക്സ്പ്ലോർ ചെയ്യുക. ഇത് കണ്ടാതെ ഇവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങി നിൽക്കുന്നു. എങ്ങനെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനത്തെ കുഴിയാണ്. ശരിക്കും കൂട്ടത്തിലാണ് വരാനുള്ള പേടിക്കുള്ളത്, അതോ ഒറ്റക്കൊമ്പിനാണ് പേടിക്കാനുള്ളത്? ദേഷ്യം, ഭയങ്കര ദേഷ്യം. പേടിക്കത്തില്ല അത് പേടിക്കത്തില്ല. കൂട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഒച്ചയാക്കിയാൽ മതി, പെട്ടെന്ന് മാറിപ്പോകും. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നിൽക്കുന്ന സമയത്തിൽ ഒച്ചയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിപ്പോകും. ഇപ്പോൾ ഒരു 3 വർഷമായി. നാടൊക്കെ തന്നെ ഇവിടെ അല്ല, മറയൂരിന്ന് ഒരു ഇച്ചാമത്തിക്കുടി ട്രൈബൽസ് അണ്ണങ്ങൾ. മറയൂരിന്ന് ഒരു 7-8 കിലോമീറ്റർ കാണും. പണ്ടാണെങ്കിൽ നടക്കണം. ഇപ്പോൾ ബൈക്ക്, ജീപ്പെല്ലാം പോകുന്നുണ്ട്, ഓട്ടോ. ഈ ജോലി ഇഷ്ടമാണോ? കാടിൻ്റെ ഉള്ളിൽ നടന്ന നല്ല സുഖമാണ്. അത് കാരണം കൊണ്ടാണ് ഈ ജോലി എനിക്കിഷ്ടം. ഇത് ജസ്റ്റ് വരുന്ന സമയത്തിൽ വിളിച്ചിട്ട് പോയി ആണയോ ഇത് കാട്ടുപോത്തോ കാണിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ
ഒരു 3 കൊല്ലങ്ങളായി വേറൊരു ജോലി ചെയ്യുന്നുണ്ട്. ചേട്ടനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, നമുക്കിത് ഡ്രൈവേഴ്സ് ആയത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. സ്മെല്ലും ഒച്ചയും എല്ലാം അറിയാം. ആണിൻ്റെ ഒച്ചയോ എല്ലാ സ്മെല്ലും, ആണിൻ്റെ സ്മെല്ല് നന്നായിട്ട് അറിയാം. കാട്ടുപോത്തിക്ക് സ്മെല്ലുണ്ട്, മ്ലാവ് മാണിക്ക് എല്ലാത്തിനും സ്മെല്ലുണ്ട്. അത് വെച്ച് നമുക്ക് അറിയാം. ഒരു 50-100 മീറ്ററിൽ ഇപ്പോൾ ആന നിന്നിക്കഴിഞ്ഞാൽ ഒച്ചയിടും. ചെറിയ ചെവില്ല, ചെവിൻ്റെ ഇങ്ങനെ അടിക്കും, ആ ഒച്ച കേൾക്കും. ഇല്ലെങ്കിൽ സ്മെല്ലല്ല, നല്ല സ്മെല്ല് കിട്ടും അതിൻ്റെ. വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ബുക്കിംഗ് പോയായിരുന്നു. ബുക്കിംഗ് പോകുന്ന സമയത്തിൽ അടുത്തേ വന്നു ആണ്. സായപ്പന്മാരാണ് 2 പേര്. പേടിച്ചില്ല, പുറകോട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. അப்புறம் ഒരു 2 പുള്ളി ഇരുന്നു. അത് കാരണം കൊണ്ട് പ്രശ്നമില്ല. കൂട്ടമാണോ ഒറ്റയാണോ? ഒറ്റ. ആ സമയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇപ്പോൾ 2-3 പേര് ഇപ്പോൾ നമുക്ക് ഒരു 5 പേര് 6 പേര് വരുന്ന സമയത്തിൽ ഒരു പ്രശ്നമില്ല. കൂടുതൽ ആൾക്കാർക്കാണ് പ്രശ്നം. ഇപ്പോൾ ഒരു 10 പേര് വരെ നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ 2 ഗൈഡ് ഉണ്ടാകും. ഒരു ഗൈഡ് വിളിച്ചിട്ട് പോയാലും ഒരു ഗൈഡ് ആണിൻ്റെ നോക്കിയിട്ട് നിൽക്കും. കാട്ടുകോഴി ഇത് നല്ല വലിയ സൈസ് കാട്ടുകോഴിയാണ്. അത് ഇത് ഞങ്ങൾ പറയും പെരുങ്കാട്ടുകോഴി എന്ന് പറയും. ഇതിൽ ചെറിയ കാട്ടുകോഴികളുണ്ട്, ചെറിയ ഇത് 2-3 ഡിഫറെൻറ്റ് കാട്ടുകോഴി ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്രയും വലിയ സാവളുണ്ട്. നല്ല സാവളെന്ന് പറയുന്നത് ഇത് മേലാണെങ്കിൽ ഇത്രയും എളുപ്പമുണ്ട്. കോഴി കാട്ടുകോഴി അതാണ്. അത് നല്ലതാണ്, വലിയ സൈസ്. അതിനവിടുന്ന് മാറി തോന്നല്ലേ, അതിനകത്തുനിന്ന് നടക്കാൻ കേട്ടെ. പുറത്ത് വരുന്നില്ല, അവിടെ തന്നെ നടക്കുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ട്. ആ കഥകൾ തന്നെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ നടത്തിയായി ഏകദേശം 9 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കാടിനുള്ളിൽ. ഇതേ കുറച്ച് നേരത്തെ ആനകൾ വന്ന് അടിച്ചിട്ടിട്ട് പോയത് ഇതൊക്കെ. ഈ റോഡ് പണിഞ്ഞിട്ടേക്കുന്ന ഫോറസ്റ്റുകാർക്ക് വരാൻ വേണ്ടി കേട്ടോ, എല്ലാം പരിശോധിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർക്ക് വരാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ റോഡൊക്കെ ഇട്ടേക്കുന്നത്, പെട്ടെന്ന് വരാൻ വേണ്ടി. പിന്നെ ഇതിപ്പോൾ കുറച്ച് ചേട്ടൻ മുമ്പേ നടക്കുകയാണ്. അവിടെ അനിമൽസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം മുമ്പേ പോയി പുള്ളി വാച്ച് ചെയ്തിട്ടേ വരുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ കൊണ്ടുപോകും. കാരണം നമ്മളെ സേഫ്റ്റിയാണ് അവർക്ക് ഏറ്റവും മുഖ്യമായിട്ട് നോക്കണത്. ഫുള്ള് നോക്കിയാണ് പോണത്. നിങ്ങൾ പരമാവധി ഒരു 7 മണിക്കൊക്കെ വന്ന് ഈ ഒരു കാടിനുള്ളിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലാണ്, അധികം ചൂടൊന്നുമില്ല. പക്ഷേ എന്നാലും ചിലപ്പോൾ ബോഡി ഭയങ്കരമായിട്ട് പെട്ടെന്ന് ടയേർഡ് ആവാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അപ്പോൾ പരമാവധി 7 മണിക്ക് വന്നാൽ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് അനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കിളികളൊക്കെ ആ സമയത്ത് ഇറങ്ങുന്ന ഒരു ടൈമാണ്, വെളുപ്പിനുള്ള ടൈം. ഒരു 7 മണിക്ക് കയറി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതിനകത്ത് കാടിനുള്ളിൽ കാണാൻ. ഇളം വയലും ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് വേറൊരു ഭംഗിയായിരിക്കും, കിളികളും അതിൻ്റെ സൗണ്ടും ഒക്കെ. അങ്ങനെ നടന്നതേ നമ്മൾ ഒരു അരുവിയുടെ അടുത്തെത്തി. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, എന്തോ ഒരു സെറ്റ് ഇട്ട് വെച്ചോലാണ് നമുക്ക് തോന്നിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്. അത്രയും ദൂരം നടന്നു വന്നിട്ട് ഈ ഒരു അരുവി കാണുമ്പോൾ പ്രത്യേക ഒരു ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു സിനിമ സെറ്റ് ഇട്ട് വെച്ചൊക്കെ ഭംഗിയായിരുന്നു ഇത് കാണാൻ. ഇത് രാവിലെ കാണുമ്പോൾ അതിനേക്കാളും ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞ 7 മണിക്കാണ് നിങ്ങൾ വരുന്നെങ്കിൽ ഈ ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കി നടക്കാൻ പറയുന്നതാണ്. മൊത്തം വേരാണ്, അപ്പോൾ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, വേര് ചവിട്ടിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അതിൽ കൂടെ നടക്കാൻ. ഇതൊരു ഭയങ്കര വലിപ്പമുള്ള ഒരു മരമാണ്. ഇത് നീർമരം എന്ന് പറയുന്ന ഒരു മരമാണ് കേട്ടോ. ശരിക്കും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ വലിപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരാൾ നിർത്തിയിട്ട് വേണമെങ്കിൽ എൻ്റെ ഇപ്പോൾ വലിപ്പം കാണിച്ചു തരാം. കാണുന്ന പോലെ അല്ല ഈ ഒരു സാധനം. നോക്കിക്കൊണ്ടേ, കണ്ടോ? ഒരാളെ വെച്ച് നിർത്തിയപ്പോൾ ഉള്ള സൈസ് നോക്കാം. എൻ്റെ
ഇവിടെയൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ അരുവി ഭാഗത്ത് മൊത്തം വെള്ളം കുടിക്കാൻ വരുന്നതാണ്. പല കൂട്ടങ്ങളാണ് ആനകൾ, ഒരു കൂട്ടമല്ല പല കൂട്ടങ്ങളിലായിട്ടാണ് ഈ ആനകൾ ഇവിടെ നടക്കുന്നത്. നേരത്തെ കണ്ട സെയിം മരത്തിൻ്റെ വലിപ്പമുള്ള ഒരു മാവാണിത്. ഇതൊരു മ്ലാവിനെ കാട്ടുനായ്ക്കൾ ആക്രമിച്ചിട്ട് കിടക്കുന്ന വേസ്റ്റ് അതിൻ്റെ. ഇതേ ഒരു ആനയുടെ കാൽപാദം കണ്ടോ? എൻ്റെ കാലിൽ വെച്ച് നോക്കി ഒരു ചവിട്ടുമ്പോഴത്തേക്കും ഞാൻ തീരും. അങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് ഒരുപാട് നടന്നിട്ട് ശേഷം വെള്ളം വെച്ച് മുഖം കഴിയുമ്പോൾ എന്ത് തണുത്ത വെള്ളം, ഇറങ്ങി കുളിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. നല്ലൊരു ആശ്വാസമായിരുന്നു. ഇതേ അവിടെ കുറച്ച് ഹനുമാൻ കുരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. ഇതേ പോണ അങ്ങനെ നമ്മളിതേ തിരിച്ചെത്താറായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഫോറസ്റ്റിലൊക്കെ പോയി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.